മൃഗജാലങ്ങൾ ഉറങ്ങുന്ന സമയത്തേക്കാൾ അല്ലെ പക്ഷേ തൊഴുത്തിലെ പശുക്കളോളം എനിക്കറിയാം. പശുക്കൾ കിടക്കുന്നതിനകത്ത് 9-9:30-10 മണിയൊക്കെ ആകുമ്പോൾ അവ കിടക്കും. പക്ഷെ രാവിലെ 4 മണിയാകുമ്പോൾ ചാരി എഴുന്നേക്കും. ചാരി എഴുന്നേറ്റില്ല തന്നെ അവയുടെ മൂട് പോയി പൊക്കി അവിടെ മുല കറക്കാൻ നമ്മൾ ശ്രമിച്ചു. എന്റെ വീടിന്റെ ഫ്രണ്ടിലെ കുറച്ച് വൃക്ഷങ്ങളുണ്ട്. ആ വൃക്ഷങ്ങളുടെ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് ഞാൻ 5:30 ഞാൻ എന്റെ മുറ്റത്തൂടെ നടക്കും. ഞാൻ ഒരു അരമണിക്കൂർ സമയം. ആ സമയത്ത് അവിടെയുള്ള ചെടികളുടെ ചുവട്ടിൽ എനിക്ക് ചെറിയ ശബ്ദം, ഗമിങ് സൗണ്ട്. ഞാൻ ആ ചെടികളിലേക്ക് സൂക്ഷിച്ചു നോക്കും. അപ്പൊ എനിക്ക് കാണാവുന്ന എന്താണെന്നറിയാം, തേനീച്ചകളാണ്. ഇച്ചിരിയുടെ അങ്ങോട്ട് ഒരു 5:45 സമയമാകുമ്പോൾ എനിക്ക് കാണാം ഒരു ഇത്തിരി പക്ഷികൾ, ചെറിയ ചെറിയ പക്ഷികൾ, ഇങ്ങനെ ചുണ്ടുകളുള്ള പക്ഷി, ഫ്ലൈങ് ബേർഡ്സ് എന്ന് പറയും. ഫ്ലൈങ് ബേർഡ്സ് പറന്ന് തേൻ കുടിക്കുന്ന പക്ഷി. പിന്നെ അപ്പുറത്തെ എലിഞ്ഞൊക്കെ ഉണ്ട്. എലിഞ്ഞിലിരുന്ന കുയിലുകൾ ഇങ്ങനെ കൂവാൻ തുടങ്ങി. അതില് 5:30 4 മണി സമയമാകുമ്പോഴേ അവിടെ എഴുന്നേൽക്കാൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും എഴുന്നേൽക്കും. എല്ലാ വീടുകളിലും ഇത് പരാതിയായി വന്നുകൊണ്ടാണ് എനിക്ക് എടുത്ത് പറയുന്നത്. അവിടെ വെയിൽ അടിക്കുമ്പോഴല്ലേ നീ എഴുന്നേൽക്കുന്നതെന്നല്ലേ ചോദിക്കുന്നത്. അങ്ങനെ വെയിലിനെ അങ്ങനെ വിട്ടുകൊടുക്കരുത്. ആവശ്യമില്ലാത്തടത്ത് നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി. വെയിൽ വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. ഒരു ഡിസിപ്ലിൻ ഉണ്ടാകണം. ഐൻസ്റ്റീൻ പറഞ്ഞൊരു വാക്കുണ്ട്, 7 വയസ്സിന് മുമ്പ് ഒരു കൊച്ചിനെ എന്റെ കയ്യിൽ തന്നാൽ അവനെ എന്താക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. 7 വയസ്സിന് മുമ്പ് ഒരു കുഞ്ഞിനെ എന്റെ കയ്യിൽ തന്നാൽ അവനെ എന്താക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. എന്ന് പറഞ്ഞാൽ ആ 7 വയസ്സിന് മുമ്പ് അവന് കൊടുക്കാവുന്ന ഒക്കെ നിങ്ങൾ കൊടുത്താൽ അവനെ രക്ഷകർത്താവും ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ അവനെ എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ, നിങ്ങൾ ഇനി ഇല്ലാത്തതിനെ പുറത്ത് നിങ്ങൾ മാതാപിതാക്കളെ പുറത്ത് ശ്രമിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചോ. ഒന്നുകൂടെ ഓർത്തിരുന്നേ, ഒന്ന് ബ്രീത്ത് ചെയ്ത്. ഞാൻ ജീവിതത്തിൽ മാറ്റാൻ പോകുന്നത് എന്തൊക്കെയാണ്, എന്തൊക്കെ സിസ്റ്റമാണ്, എപ്പോഴൊക്കെയാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്, എന്തൊക്കെ പഠിക്കാൻ പോകുന്നു, എന്തൊക്കെ ഞാൻ വായിക്കുന്നു, ഞാൻ എന്തായി തീരണം, ഇതൊക്കെ ഞാൻ ജീവിതത്തിൽ എന്താകണം. ചുമ്മാ എന്തെങ്കിലും ആയാൽ പോരാ, ഒരു ലക്ഷ്യം വേണം, എന്തെങ്കിലും ആകാൻ. ശ്വാസത്തിലേക്ക് എടുക്കുക. യേശുവേ എന്ന് പറഞ്ഞു. യേശുവേ, ശ്വാസം പുറത്തേക്ക് വിടുക. കണ്ണുകൾ അടയ്ക്കുക. ഞാൻ എന്താകണം, എങ്ങനെയാണ്, എങ്ങനെ ജീവിക്കണം. കർത്താവേ, എന്റെ മക്കളെ അനുഗ്രഹിച്ചാട്ടെ. പിതാവെ അനുഗ്രഹിച്ചാട്ടെ. പുത്രാൻ അനുഗ്രഹിച്ചാട്ടെ. പരിശുദ്ധാത്മാവെ അനുഗ്രഹിച്ചാട്ടെ. പ്രത്യേക ദൈവമേ അനുഗ്രഹിച്ചാട്ടെ. കർത്താവെ, കൃപയുടെ സമൃദ്ധി കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കവിയോതാകൾ പോലും നഷ്ടപ്പെട്ടു പോകാൻ നീ അനുവദിക്കരുത് ദൈവമേ. ഇവരെ എല്ലാം കർത്താവെ, നീ മെച്ചപ്പെട്ട കർത്താവെ ശില്പങ്ങളാക്കി മാറ്റണമേ ദൈവമേ. ഇവയെ നീ ആഗ്രഹിക്കുന്നത് പോലെ ഇവരെ നീ രൂപപ്പെടുത്തണമേ ദൈവമേ. കല്ലുകളായിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ കർത്താവെ നീ നിനക്ക് ഇഷ്ടപ്പെട്ട ശില്പങ്ങളാക്കി മാറ്റണമേ ദൈവമേ. സ്തോത്രം. നീ ആഗ്രഹിക്കുന്ന ശില്പങ്ങളായി ഈ കുഞ്ഞുങ്ങൾ മാറട്ടെ ദൈവമേ. സ്തോത്രം. ഇവരെ കുറിച്ച് നിനക്കൊരു പദ്ധതി ഉണ്ടല്ലോ ദൈവമേ. സ്തോത്രം. ഹല്ലേലൂയ. ഇവരെ കുറിച്ചുള്ള നിന്റെ പദ്ധതി കർത്താവെ നിന്റെ ഉള്ളംകരങ്ങളിൽ നീ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ദൈവമേ. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ പദ്ധതി ഈ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തിയാട്ടെ. ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാട്ടെ ദൈവമേ. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെല്ലാവരും കർത്താവെ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ മാതാപിതാക്കളും എല്ലാ മുതിർന്നവരും ചേർന്ന് കർത്താവെ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ ഹല്ലേലൂയ ദൈവമേ. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ദൈവമേ. സ്തോത്രം. തിരുരക്തത്തിന്റെ പ്രകാശത്തിൽ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ദൈവമേ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി ദൈവമേ. സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു.